വചനം 43 വാക്കർത്ഥം. ഖാലൂ അവർ പറയും, ലം നക്കു ഞങ്ങളായിരുന്നില്ല, ആയില്ല, മിനൽ മുസല്ലീൻ നമസ്കരിക്കുന്നവരുടെ കൂട്ടത്തിൽ. ഖാലൂ ലം നകു മിനൽ മുസല്ലീൻ അവർ മറുപടി പറയും, ഞങ്ങൾ നമസ്കരിക്കുന്നവരുടെ കൂട്ടത്തിൽ ആയിരുന്നില്ല. വചനം 44 വാക്കർത്ഥം. വലം നക്കു ഞങ്ങളായിരുന്നുമില്ല, നുത്ഇമു ഭക്ഷണം കൊടുക്കുക, അൽ മിസ്കീന സാധുവിന് പാവപ്പെട്ടവന്. വലം നകു നുത്ഇമുൽ മിസ്കീൻ ഞങ്ങൾ സാധുക്കൾക്ക് ഭക്ഷണം കൊടുത്തിരുന്നതുമില്ല. വചനം 45 വാക്കർത്ഥം. വകുന്നാ നഖൂദു ഞങ്ങൾ മുഴുകുകയും ചെയ്തിരുന്നു, തോന്നിയ വാസത്തിൽ മുഴുകുകയും ചെയ്തിരുന്നു, മഅൽ ഖായിദീൻ മുഴുകുന്നവരോടൊപ്പം. വകുന്നാ നഖൂദു മഅൽ ഖായിദീൻ തോന്നിയ വാസത്തിൽ മുഴുകിയിരുന്നവരോടൊപ്പം ഞങ്ങൾ മുഴുകിക്കൊണ്ടിരിക്കുകയും ചെയ്തിരുന്നു. വചനം 46 വാക്കർത്ഥം. വകുന്നാ നുകദ്ദിബു ഞങ്ങൾ വ്യാജമാക്കുകയും ചെയ്തിരുന്നു, ബിയൗമിദ്ദീൻ പ്രതിഫലത്തിൻ്റെ ദിവസത്തെ, നടപടി എടുക്കുന്ന ദിവസത്തെ. വകുന്നാ നുകദ്ദിബു ബിയൗമിദ്ദീൻ പ്രതിഫല നടപടിയുടെ ദിവസത്തെ ഞങ്ങൾ വ്യാജമാക്കുകയും ചെയ്തിരുന്നു. വചനം 47 വാക്കർത്ഥം. ഹത്താ അതാന ഞങ്ങൾക്ക് വരുന്നതുവരെ, അങ്ങനെ ഞങ്ങൾക്ക് വന്നു, അൽ യഖീൻ ആ ഉറപ്പ്, ദൃഢമായ കാര്യം അഥവാ മരണം. ഹത്താ അതാനൽ യഖീൻ അങ്ങനെ മരണമാകുന്ന ആ ഉറപ്പ് ഞങ്ങൾക്ക് വന്നെത്തി. വചനം 43 മുതൽ 47 വരെയുള്ളതിൻ്റെ വിശദീകരണം. മരണം വരെയും ഇതായിരുന്നു ഞങ്ങളുടെ നില. അതുകൊണ്ടാണ് ഞങ്ങൾ നരകശിക്ഷയ്ക്ക് വിധേയരായത് എന്ന് സാരം. എല്ലാ സംശയങ്ങൾക്കും വിരാമമിടുന്നതും ആർക്കും യാതൊരു സംശയമില്ലാത്തതുമായ കാര്യമാണല്ലോ മരണം. അതാണിവിടെ ഉറപ്പായ കാര്യം. അൽ യഖീൻ എന്ന് മരണത്തെ ഉദ്ദേശിച്ചു പറഞ്ഞത്. സത്യവിശ്വാസത്തിൻ്റെ അനിവാര്യ ഫലവും സത്യവിശ്വാസികളുടെ സൽക്കർമ്മങ്ങളിൽ ഏറ്റവും പ്രാധാന്യമർഹിക്കുന്നതുമാണ് നമസ്കാരം. അതിൻ്റെ അടുത്ത സ്ഥാനം സാധുക്കളുടെ വിശപ്പടക്കുന്നതിനുമാണ്. ഈ രണ്ട് കാര്യവും ഉപേക്ഷ വരുത്തുന്നവൻ യഥാർത്ഥ വിശ്വാസിയായിരിക്കുകയില്ല. അതുകൊണ്ടാണ് ഇത് രണ്ടും ഇവിടെ മറ്റു പലയിടത്തുമെന്ന പോലെ പ്രത്യേകം എടുത്തു പറഞ്ഞിരിക്കുന്നത്. പരിശുദ്ധ ഖുർആൻ സന്ദേശങ്ങൾ, പ്രവാചക പ്രഭുവിൻ്റെ അധ്യാപനങ്ങൾ ആദിയായവയുടെ നേരെ പുച്ഛഭാവവും അവഹേളന നയവും സ്വീകരിക്കുക, അവർക്കെതിരെ അപവാദങ്ങൾ പുറപ്പെടുവിക്കുക, പ്രകോപന നടപടികൾ കൈക്കൊള്ളുക ഇത്യാദി ദുസ്സമ്പ്രദായക്കാരോട് സഹകരിച്ചും പങ്കുചേർന്നും കൊണ്ടിരിക്കുക, ഇതൊക്കെ സത്യനിഷേധത്തിൻ്റെ പ്രത്യക്ഷ ലക്ഷണങ്ങളത്രേ. എല്ലാറ്റിനും അടിസ്ഥാനമായി നിലകൊള്ളുന്നത് മരണാനന്തര ജീവിതത്തിൻ്റെയും പരലോക രക്ഷാശിക്ഷകളുടെയും നിഷേധവുമാകുന്നു. മരണം വരെ ഈ നില തുടർന്നു പോന്നവർക്കുണ്ടോ പിന്നെ വല്ല രക്ഷാമാർഗവും?